ഇന്നത്തെ പരിപാടി കൈപ്പക്ക അച്ചാറ്. അതായത് പാവക്ക. ഇതാ, ഇത് മഞ്ഞപ്പൊടി, ഇത് മുളകും പൊടി, ചേരുവകൾ, ഇത് സുർക്ക, ഇത് ഉപ്പും പൊടി, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കായം, ഉലുവ, കടുക് പൊടിച്ചത്. അത് ആ 2 മുളക് വറുത്തിടാനായാലും കടുക് പൊട്ടിക്കുമ്പോഴെന്താ, പിന്നെ കടുക് പൊട്ടിക്കാൻ ഇത് എണ്ണ, ഇത് ശർക്കര ഉരുക്കിയത്. ഇനി നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. തട്ടി വെക്കുന്നു. എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാവട്ടെ. തീ അങ്ങനെ കത്തണ അതെന്താണോ? പാവക്ക അച്ചാറിടാൻ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. എടുക്കാനായിട്ടില്ലെങ്കിൽ കുട്ടിക്കൂടും ഉമ്മ. വേപ്പലൊന്നും കാണിച്ചില്ല തോന്നുന്നു. എനിക്ക് മനസ്സിലാവും ഇത് വയസ്സായതല്ലേ. വേപ്പല കാണിച്ചോന്നും ഉമ്മക്ക് ഓർമ്മയില്ല. ഉമ്മയുടെ സമാധാനത്തിന് നമുക്ക് വേപ്പല മുതൽ നമ്മൾ വാട്ടുമ്പോ ഒരു തരി ഉപ്പിട്ട പെട്ടെന്ന് വാടും മക്കളെ. അതാണിത്. നോക്കണ്ടൊന്നും കാണിക്കാത്ത എന്താ, അതൊക്കെ സമയം ഇവര് സ്കൂളിൽ ഇട്ടുകൊണ്ടാ പിടിച്ചു തരുന്നത്. അതൊക്കെ ഞാൻ നോക്കി കഴുകി എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കും. പിന്നെ ഇത് പിടിക്കൽ കഴിഞ്ഞാൽ ഇവർക്ക് പഠിക്കാനുണ്ട്. അത് എഴുതാൻ കുറെ ഉണ്ടാവും. എന്നാണ് ഇപ്പൊ പഠിക്കണമെന്നും പറയല്ലേ. പിന്നെ പഠിക്കണ്ടേ, കുട്ടികൾക്ക് പഠിക്കണ്ടേ. ഇത് ഉമ്മമാടെ പിന്നാലെ നടന്ന ഞങ്ങൾക്കൊരു കാര്യം പോക്കും നേരം പോക്കും ആയിട്ടാണ്. ഞാൻ ഇവിടെ വെറുതെ ഒറ്റക്ക് വീട്ടിലിരിക്കുക. സുഖമില്ലാത്ത ആളാണ്. ഇതൊക്കെ പിന്നെ ഭാരമില്ലാത്ത പണിയാണ്. ഇനി അത് വാടട്ടെ. അതൊന്ന് വറവ് പോലെ മുരിയണം. അത്ര ഉണ്ടാവണ്ട. ഒന്ന് നല്ല വാടിയാൽ കയ്പറിയില്ല. അതാണ് അതിന്റെ സീക്രട്ട്. കയ്പക്ക പാവക്ക എണ്ണയിൽ കിടന്ന് വാടി. ഇനി അത് കോരി എടുക്കട്ടെ മക്കളെ. അതിലുണ്ടാ എണ്ണ ചക്കവറ് പോലെ തിന്നാൻ പറ്റുമോ? അത് പറ്റില്ല. അത്ര അങ്ങോട്ട് പൊരിയില്ല. ചക്കര പോലുമൊക്കെ കനം കുറച്ചിട്ട് പൊരിപ്പിക്കുകയൊക്കെ ചെയ്യുക. ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെ കഴിച്ചിട്ട് തിന്നില്ലേ. അത് കയ്പ. പിന്നെ കയ്പൊക്കെ എന്താന്ന് വിചാരിച്ചു, മധുരാന്ന് വിചാരിച്ചു. കോമഡിയാ ചിരിക്കും. എന്നാൽ നമ്മൾക്ക് അതിലേക്ക് അച്ചാറിടാനുള്ള കടുക് പൊട്ടിക്കുക. മക്കളെ, 1 സ്പൂണ് കടുക് പൊട്ടട്ടെ. അങ്ങനെ പൊട്ടട്ടെ. ഉമ്മയുടെ ഫോണും പൊട്ടട്ടെ. അതിലിട്ടാ അത് എനിക്ക് കിട്ടും. അത് മേടിച്ചു തന്നവരായിരുന്നു. കുറച്ച് കടുക് തരണേ എനിക്ക്. കടുക് വേറെ പൊരിപ്പിച്ചു. പാവ ചമക്കൊണ്ട് കളിപ്പിക്ക. കടുക് പൊട്ടിക്കഴിഞ്ഞു. അവര് കണ്ടോണ്ടിരിക്കുന്ന കടുക് വേപ്പല തങ്ങയാട്ടോ. തീക്കത്തിന് കളി വരണ്ട. ഈ പറഞ്ഞ മുമ്പല്ലേ കുറുക്കണ്ടാക്കാൻ സമ്മതിച്ച്. അത് ഗ്യാസും അവിടെ വാലുള്ളതല്ല. അതല്ലത് പൊട്ടി തെറിക്കുക. വ്യത്യാസമുണ്ട്. കടുക് വെച്ച് കണ്ണിക്കൊക്കെ തെറിച്ച. ഞാൻ എൻ്റെ ഉള്ളില് ഷെഫിനെ തിരിച്ചറിഞ്ഞത് ഇന്നലെയാ. എൻ്റെ ഉള്ളില് അമൃതപ്പൊടി കുടിച്ചപ്പോ കടുക് പൊട്ടി തീർന്നു. നമ്മൾ അതിലേക്ക് കറിവേപ്പില തിന്നു. അത് ഞാടാ. അതാ സ്പാനിഷ് സ്റ്റൈലായിട്ട്. സോറി, സ്പ്രിങ്കിൾസ് ഇടുകയാണ്. ഗ്യാസ് സ്ലോവിലാക്കണം കേട്ടോ മക്കളെ. അത് ഇഞ്ചിയാണ്. ഇഞ്ചി 1/2 സ്പൂണ്.
കുറച്ച് ഇട്ടേക്കണ കുറച്ച് പാവക്കല്ല. ഒരു നെല്ല് പാവക്ക. ആ തെറിച്ചു ഉമ്മമ്മയുടെ വെപ്പിന്റെ ഗുണാണ്. ഞാൻ പിടിച്ചിട്ടില്ല. ഞാനെന്താ ചെയ്യാ തീർക്കുന്നതിന്? പച്ചമുളക് 1/2 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് 1/2 ടീസ്പൂൺ. ഇതൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്നിട്ടൊന്ന് വാടട്ടെ. വിചാരിച്ചിട്ട് മനസ്സിൽ കാണിച്ചിട്ട് വന്നപ്പോഴോ കൈ പൊളിക്കാനുള്ള പരിപാടിയാട്ടോ. ഞാനൊന്ന് പൊളിക്കും, കണ്ടാൽ പോയി പിടിക്കാൻ മതി. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇരിക്കുന്നു ഫോൺ. അപ്പൊ ഉമ്മ അങ്ങനെ ഇളക്കി ഇളക്കിട്ട് കൈക്ക് എണ്ണ തെറിച്ചു. എന്റെ സ്വഭാവം മാറ്റി നിക്കണ്ടോ. നമുക്കറിയില്ല എന്റെ സ്വഭാവം. ഇനി നമ്മളിതില് മുളകും പൊടി 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മുളകും പൊടി പിടിക്കണ്ട. 1/2 ടീസ്പൂൺ മുളകും പൊടി. മുളകും പൊടി വന്നപ്പോ തന്നെ കണ്ണു. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇല്ല, 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി. പിന്നെ കായം, ഉലുവ, കടുക് പൊടിച്ചത് 1 ടീസ്പൂണ്. മിക്സിയിൽ പൊടിച്ചത്. ഇനി നമ്മള് ഇതുകൊണ്ട് ഇളക്കട്ടെ. കുറഞ്ഞു കഴിഞ്ഞു. കായം അച്ചാറിൽ കായം ഉണ്ടാവില്ലേ, ടേസ്റ്റ് ഉണ്ടാവുമല്ലോ സാമ്പാറൊക്കെ. ഇനി നമ്മള് വാട്ടി വെച്ച പാവക്ക ഇതിലേക്ക് തട്ടുന്നു. വാട്ടി വെച്ചത് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? കയ്പാണ്. അത് കയ്പൊക്കെ അങ്ങനെ മതി. പക്ഷെ അത്ര കയ്പില്ല. അതിനിപ്പൊക്കെ ചേരുവകളൊക്കെ പലവിധം വരും. അത്ര കയ്പില്ല. ഉപ്പിട്ടാ? ഉപ്പ് ഇതാടണു. കണ്ട ഞാൻ ഓർമ്മിച്ചാ. അതിന് കുറച്ച് ഉപ്പ് ഞാൻ അതിൽ ഇട്ടുണ്ട് ആദ്യം കയ്പൊക്കെ വാടാന്. ഇപ്പൊ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. സുർക്ക ഒഴിക്കുന്നു. പുളി ഒഴിക്കണം. കയ്പൊക്കെ എനിക്ക് നമ്മള് ഒരു 2 ടീസ്പൂൺ പുളി ഒഴിക്കുന്നു കേട്ടോ മക്കളെ. പുളിവെള്ളം 1, 2. അത് സാരില്ല, പുളിയാലും കുഴപ്പമില്ല. അത് പുളിയല്ല. എനിക്ക് ടേസ്റ്റ് നോക്കാനുള്ള പാർത്തിട്ടില്ലല്ലോ. ടേസ്റ്റ് ഒക്കെ ഇതിൽ നോക്കാം നമുക്ക്. ഇല്ലില്ല, ഞാൻ ഇനി വീഡിയോ പിടിക്കില്ല. സുർക്ക 1 സ്പൂൺ കേട്ടോ. നമ്മള് പുളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കയ്പക്കയുടെ കയ്പും എരിവും പുളിയും ബാലൻസ് ചെയ്യാന് നമ്മൾ 1 സ്പൂണ് ശർക്കര നീര് ഒഴിക്കുന്നു. 1 എണ്ണല്ല, 2 എണ്ണ ആയിക്കോട്ടെ മക്കളെ. കയ്പ് നല്ല കയ്പാ. ഇനി അത് ഇളകട്ടെ. നിങ്ങൾക്ക് കയ്പിനനുസരിച്ച് ഒഴിക്കാം. ഇനി നമ്മള് തീ ഒന്ന് കൂട്ടി വെക്കുന്നു. ഒന്ന് തിളക്കണ്ടേ. ഇനി അച്ചാറുകൾ ഇടാണ്ടിട്ട പിടിക്കാൻ ആളില്ല. അമ്മമ്മ ഒരു വരുമ്പോഴത്തേനൊക്കെ റെഡിയാക്കി വെക്കും. പക്ഷെ പിടിക്കാൻ ഇവർക്ക് ശീലം തോന്നണം. അപ്പൊ നമ്മുടെ കയ്പക്കച്ചാറ് പാവക്കച്ചാറ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി ടേസ്റ്റ് നോക്കുന്ന പരിപാടി ആഫിയ ഫാത്തിമ. സ്വഭാവം മാറും. നമുക്കറിയില്ല എന്റെ സ്വഭാവം മാറണ. ടേസ്റ്റ് നോക്കൂ. ടേസ്റ്റ് നോക്കില്ല, നോക്കിയാലും പൊട്ടന്ന് പറയാം. ഇത് ഇട്ടാ മിളകിട്ടാ? മുളക് പൊടി കട്ടരു നോക്കട്ടെ. മറ്റേ ചോന്ന മിളക് വേണ്ടെന്നാ പറയുന്നത്. നമ്മള് ടേസ്റ്റ് നോക്കാൻ പോവാണ്. ചൂട്. നല്ലല്ല പാവക്കയില് കുറച്ച് കയ്പുണ്ട്, ഔഷധ ഗുണുണ്ട്. പാവക്കയില കയ്പ് കളഞ്ഞാൽ അതിന്റെ ഔഷധ ഗുണം പോയി. കുറച്ച് കയ്പുള്ളൂ, പക്ഷെ നമുക്ക് കടുക് തിന്നാം. സമാപിക്കുന്നു. പിടിക്കാൻ ഗ്യാസ് ഓഫ് ആക്കണോ? പാവക്കച്ചാറ് ശരിയായിട്ടാ.
എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പറഞ്ഞു കൊടുക്കും അമ്മ. ജി പറഞ്ഞാൽ മതിയില്ല, ഞാനിതാ നിർത്തണു. അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. നീ പറഞ്ഞിട്ട് വല്ലാണ്ട് പോകുന്നു. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുതായിട്ട് കയ്പൊക്കെ ഉണ്ട്. കയ്പ് കളയാൻ പാടില്ല ശരിക്കും. കയ്പക്കട ഔഷധ ഗുണമുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.